നമ്മുടെ കർത്താവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. നമ്മുടെ കർത്താവിനെ കാണുന്നത് ഈ വചനത്തിൽ കൂടിയാണ്. ഈ വചനത്തിൽ കൂടിയാണ്. എങ്ങനെയാണ് വചനത്തിൽ കൂടെ കാണുന്നത്? നമ്മുടെ വേദപുസ്തകം എടുത്തുകൊണ്ട് നമ്മൾ വചനം വായിച്ച് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, കർത്താവേ, നിന്റെ വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് നിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. എന്റെ ഭാരം ഞാൻ ചുമന്നും മതിയായി, എനിക്കിനി ഇത് വഹിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞ് കർത്താവിന്റെ കയ്യിൽ നമ്മൾ കൊടുത്ത് നമ്മൾ കർത്താവേ, എന്റെ ഭാരം മുഴുവൻ നിന്റെ മേൽ ഏൽപ്പിച്ചു. ഇനി നമ്മൾ ദൈവവചനം കേൾക്കുവാനായി പോവുകയാണ്. അനേകർ കടന്നു വരേണ്ട സമയമാണ്. ഈ ചൂടിന്റെ കാഠിന്യ മുഖാന്തരം 5-10 പേര് വരേണ്ടിയാണ്. ചൂടിന്റെ കാഠിന്യ മുഖാന്തരമാണ്. കർത്താവേ, ഇന്ന് പകൽ സമയം നിന്റെ ദാസൻ പിന്നെ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഹൃദയങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആലോചന നിന്റെ ദാസന്റെ നാവിന്റെ കൂടെ പുറത്തേക്ക് കടന്നുവന്ന് ജനത്തിന്റെ ഹൃദയത്തിൽ കടന്ന് ദൈവവചനം ഇരുവൈത്തലൂടെ വളർന്നു. അത് സന്ധികളെയും അച്ഛകളെയും ആ തുളച്ച് അകത്ത് കയറി പ്രവർത്തിക്കുന്ന ദൈവവചനത്തിനായി ദൈവത്തെ വാഴ്ത്തലാണ്. ഇന്ന് ദൈവമേ, നിന്റെ ദാസനെ നീ അഭിഷേകത്തോടെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ഭാഗ്യം അതിന്റെ ജീവിതത്തിൽ ലഭിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം വീണ്ടും പ്രിയ ജോയിച്ചാൻ എന്റെ ജീവിതത്തിൽ തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ വന്ന് കൂടുന്നതും ദൈവസന്നിധിയിൽ വചനം ഷെയർ ചെയ്യുന്നതും ഒക്കെ വലിയ ഭാഗ്യ പദവിയായിട്ട് ഞാൻ കാണുന്നു. കാരണം ഇത് നമ്മളെ നിർമ്മിച്ച, നമ്മളെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി തന്റെ ജീവൻ തന്ന ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് തന്നെ ഇത് എടുക്കുവാനും ഇത് വായിക്കുവാനും ഇത് പഠിക്കുവാനും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ന്റെ 31 മുതലുള്ള വാക്യങ്ങൾ. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിനെ കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. അവൻ അവനോട്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിക്കുവാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയും മുമ്പേ ഇന്ന് കോഴി കൂവുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. നമുക്കെല്ലാം വളരെ പരിചിതമുള്ള ചില വാക്യങ്ങളാണ് ഞാനിവിടെ വായിച്ചത്. കർത്താവായ യേശു ക്രിസ്തു പത്രോസിനോട്, ശിമോൻ പത്രോസിനോട് പറയുന്ന ചില വാക്കുകളാണ് നമ്മളിവിടെ വായിച്ചത്. ഇതിന്റെ പശ്ചാത്തലവും അല്ലെങ്കിൽ ഈ വിഷയമായിട്ടുള്ള ഈ വിഷയമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ചിന്തിച്ചപ്പോൾ ദൈവം എന്നോട് സംസാരിച്ച ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പത്രോസിനെ പറ്റി നമുക്കെല്ലാം നല്ലതായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ, വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. കാരണം എന്ന് പറഞ്ഞാൽ പത്രോസിന്റെ അസ്ഥിരത, പത്രോസിന്റെ എടുത്തുചാട്ടം, പത്രോസ് ദൈവ സന്നിധിയിൽ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പുറമോട്ട് പോകല് ഒക്കെ നമുക്ക് വളരെ പരിചയമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതമായിട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനെയൊക്കെ പല അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. പലപ്പോഴും ചില ദൈവിക തീരുമാനങ്ങൾ നമ്മൾ എടുക്കും, പക്ഷെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുവാൻ പലപ്പോഴും കഴിയത്തില്ല. അതുപോലെ തന്നെ എടുത്തുചാട്ടങ്ങളുള്ള പല സമയങ്ങളുണ്ട്. ഇതൊക്കെ നല്ലതാണ്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെങ്കിൽ ഇവിടെയും പത്രോസിനെ ഉപയോഗിക്കുന്ന ദൈവം നമ്മളെയും ഉപയോഗിക്കുവാൻ ശക്തനാണ് എന്നാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. പത്രോസിനെ ഉപയോഗിച്ച ദൈവം ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി
തന്റെ കൂട്ടുവേലക്കാർക്ക് വേണ്ടിയൊക്കെ പത്രോസിനെ ഉപയോഗിച്ച ദൈവം കർത്താവായ യേശു ക്രിസ്തു നമ്മളെയും ഉപയോഗിക്കുവാൻ വളരെ ശക്തനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്, അതിന്റെ മുൻപിലെ കുറച്ച് വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അന്ത്യ അത്താഴത്തിന്റെ ഒരു സമയമാണ്. അതിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അന്ത്യ അത്താഴം കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശീകരിക്കാൻ പോകുന്നതിന്റെ തലേ രാത്രിയാണ്. അത് കഴിഞ്ഞ് 24 മണിക്കൂറിനകം കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിലേക്ക് കയറ്റും. അപ്പം ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പല കാര്യങ്ങളും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. താൻ ഈ ലോകം വിട്ടു പോകുന്നു. അപ്പോൾ തന്റെ ശിഷ്യന്മാരോട് അവസാനമായിട്ട് അവരെ പറഞ്ഞ് ഏൽപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞേൽപ്പിക്കുവാനും അവരെ ഉത്തരവാദിത്തപ്പെടുത്തേണ്ട കാര്യങ്ങളിലേക്ക് ഉത്തരവാദിത്തപ്പെടുത്തുവാനും ഒക്കെ കർത്താവ് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു രാത്രിയാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ആ അന്ത്യ അത്താഴത്തിന്റെ അന്ത്യ അത്താഴം കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ വായിക്കാൻ കാണിക്കും. 20 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. 20 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവന്റെ കൈ എന്റെ അരികെ മേശപ്പുറത്തുണ്ട്. നിർണയിച്ചിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്ന സത്യം. എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. ഇത് ചെയ്യുവാൻ പോകുന്നവൻ തങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കും എന്ന് അവർ തമ്മിൽ ചോദിച്ചു തുടങ്ങി. തങ്ങളുടെ കൂട്ടത്തിൽ ആരെ ആകുന്നു വലിയവനായി എണ്ണേണ്ടതിന് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. ഇത് വായിച്ചപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഒന്ന്, ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുവാണ്, എന്നെ കാണിച്ചു കൊടുക്കുന്ന ഒരാൾ ഇതിനകത്തുണ്ട്. അപ്പൊ അവര് തമ്മിൽ അയ്യോ ഇതാരാണ് ഇങ്ങനൊക്കെ കാണിച്ചു കൊടുക്കുന്നത് എന്ന് ഒരു സംസാരം ഉണ്ടായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വലിയൊരു തർക്കവും വാദവും ഉണ്ടാവുകയാണ്. ഞങ്ങളിൽ ആരാണ് വലിയവൻ? ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വായിച്ച വാക്യം നല്ല ബോധ്യമുണ്ട്. അതിലേക്ക് വരുമ്പോൾ തന്നെ ഇതിനകത്തെ ചില ദൈവിക ദൂതുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി 1-2 കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു ശീമോനോട് സംസാരിച്ചപ്പോൾ അവിടെ മെയിൻ ആയിട്ടും പറയുന്നത്, നിനക്കൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം കഴിഞ്ഞ് വന്ന് നീ സഹോദരന്മാരെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള വലിയൊരു ആലോചനയാണ് അവിടെ കൊടുക്കുന്നത്, നമ്മൾ മുമ്പേ വായിച്ച വാക്യത്തിൽ. പക്ഷെങ്കിൽ ഇവിടെ ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അവർക്ക് അയ്യോ കഷ്ടമെന്നാണ് യേശു പറയുന്നത്. പക്ഷെങ്കിൽ അവരിൽ ആര് ആണ് അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുവാൻ ഇവർ നോക്കുന്നതിന് പകരം വളരെ പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് സംസാരിച്ചിട്ട് ശേഷം അവർ വലിയ വാഗ്വാദവും തർക്കവും ഉണ്ടാവുക, ഞങ്ങൾ ആരാണ് വലിയവെന്നുള്ളത്. ആമേൻ, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു വളരെയധികം വേദനപ്പെട്ടാണ് ഇത് പറയുന്നത്. കാരണം ഇത്രയും നാള് താൻ സ്നേഹിച്ച് കൊണ്ടു നടന്ന ഒരു വ്യക്തി തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുമ്പോൾ അതിവരെ സൂചിപ്പിക്കുമ്പോൾ തന്നെ ഇവർക്കൊരു അവസരം കൊടുക്കുക. ഇത് കണ്ടുപിടിച്ച് അവനെ അതിൽ നിന്ന് പിന്മാറുവാനോ അല്ലെങ്കിൽ സ്വയമായിട്ട് പിന്മാറുവാനോ ഒക്കെ ഒരവസരം കൊടുക്കുക. പക്ഷെങ്കിൽ അന്നേരം അവരുടെ ഫോക്കസ് അതിലല്ല. കർത്താവായ യേശുക്രിസ്തു എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ള ഇവർക്ക് വിഷയമുള്ള കാര്യമല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ വാക്ക് തർക്കം ഉണ്ടാകുന്നത്. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന് വിഷയമുള്ള കാര്യങ്ങൾ നമുക്കും വിഷയമുണ്ടായിരിക്കണം. ദൈവം എന്ത് ആഗ്രഹിക്കുന്നു അത് തന്നെ നമ്മുടെയും ആഗ്രഹമായിരിക്കണം. കാരണം നമ്മൾ ദൈവ മക്കളാണ്. കർത്താവ് യേശുക്രിസ്തു വളരെ വേദനപ്പെട്ടാണ് അവിടെ ആ കാര്യങ്ങൾ പറയുന്നത് നമുക്കറിയാം. അപ്പോൾ തന്നെ അവർ 1 മിനിറ്റ് സംസാരിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അടുത്ത സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിന്, കർത്താവ് യേശുക്രിസ്തുവിന് എത്രമാത്രം വേദന എടുക്കും എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് കാണിച്ചു തരും. നമ്മുടെ ജീവിതത്തിൽ ദൈവം, കർത്താവ് യേശുക്രിസ്തു ചില കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് സ്റ്റെപ്പുകൾ എടുക്കാതെ ഈ ലോകത്തിന്റെ ചിന്താഗതികളിൽ സ്റ്റെപ്പുകൾ എടുക്കുകയാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നതിലേക്ക് വരുവാൻ കഴിയത്തില്ല.
ഇവിടെ പിന്നെ അതിനെക്കുറിച്ച് പിന്നെ ഒരു സംസാരമോ പിന്നെ അതിനെപ്പറ്റി യൂദായെ പറ്റി ഒരു കാര്യങ്ങളും ഇവിടെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. അവരുടെ ഫോക്കസ് മുഴുവനും അവരിൽ തന്നെയായിരുന്നു. ഫിലിപ്പിയ ലേഖനം 2:19 അതിന് എടുക്കുവാണെങ്കിൽ ഒന്ന് വായിക്കണേ. ഫിലിപ്പിയ ലേഖനം 2:19-20 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, I hope in the Lord Jesus to send Timothy to you soon, that I also may be cheered when I receive news about you. I have no one else like him who will show genuine concern for your welfare. For everyone looks out for their own interest, not those of Jesus Christ. 22 വാക്യം മലയാളത്തിൽ ആയിരുന്നു വായിക്കാവോ? 21. യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. ആമേൻ, അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള ദൈവത്തിൽ അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ആമേൻ. അത് മതി. ഞാൻ ഇവിടെ പറയാൻ വന്ന പോയിന്റ് മാത്രം പറയാൻ വേണ്ടിയാണ് ഞാനത് വായിപ്പിച്ചത്. എല്ലാവരും അവരവരുടെ കാര്യമാണ് നോക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ കാര്യം നോക്കുവാൻ പറ്റുമെങ്കിൽ കർത്താവിന്റെ കാര്യം നോക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ആരുമില്ല ആത്മാർത്ഥമായിട്ട് അവരെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു വിടുവാൻ വേണ്ടി. എന്റെ സ്വന്തം മകനായ തിമോത്തി മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ബാക്കിയെല്ലാം അവരവരുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കാര്യം നോക്കാൻ ആർക്കും സമയമില്ല. ആമേൻ, ഹല്ലേലൂയ. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എന്നെയും ചേർത്താണ് പറയുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷെങ്കിൽ നമ്മൾ ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതുകൊണ്ടും ആ വിഷയങ്ങൾക്ക് താല്പര്യമുള്ളത് കൊണ്ടുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ എന്നാൽ ഈ നാടുകളിൽ ദൈവം നമ്മളെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നോ അതുപോലെ നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാര്യം നോക്കുവാൻ ദൈവം ഈ നാടുകളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. രണ്ടാമത്, ഇവിടെ വലിയൊരു വാക്കുതർക്കം നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇവരിൽ ആരാണ് വലിയവൻ എന്നുള്ള ഒരു വലിയ വാക്കുതർക്കം ഇവിടെ നടക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവങ്ങളെ, നമുക്കറിയാം ഇവിടെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സമയം കർത്താവ് യേശു ക്രിസ്തുവിന്റെ. കർത്താവായ യേശു ക്രിസ്തു ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 24 മണിക്കൂറിനകം ക്രൂശിൽ കയറുകയും ഈ ലോകം വിട്ടു പോകുകയും ചെയ്യേണ്ട അവസ്ഥയിൽ ഇവര് വലിയ വാക്ക് തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. വളരെ കർത്താവായ യേശു ക്രിസ്തു വളരെ അടുത്തു വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആമേൻ, ഹല്ലേലൂയ. പക്ഷെങ്കിൽ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടും കുടുംബപരമായിട്ടും സഭകളായിട്ടും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും തർക്കിച്ചും വാദിച്ചും നിൽക്കുകയാണ്. ചില തിയോളജികളിലായിരിക്കും, ചില മറ്റു കാര്യങ്ങളിലായിരിക്കും. പക്ഷെങ്കിൽ അതിലുപരിയായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് എന്ത് ചെയ്തു എന്ന് നമുക്ക് ഒരുമിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുകയും മറ്റുള്ളവരോട് പറയേണ്ടിയും ഒരു സമയമാണിത്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച്, അല്ലെങ്കിൽ എവിടെ തർക്കം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരാണ് വലിയവൻ എന്നുള്ളതാണ് ഇവിടെ തർക്കം. ആമേൻ, ഹല്ലേലൂയ. പലപ്പോഴും തർക്കങ്ങളുടെ പുറയിൽ തന്നെ ഇത് ചെയ്യുന്നത് ഞാൻ പറയുന്നത് ശരിയാണ്, അല്ലെങ്കിൽ ഞാനാണ് വലുത് എന്നുള്ളതാണ് തർക്കങ്ങൾ ഉണ്ടാകാൻ തന്നെ കാരണം. ആമേൻ, ഹല്ലേലൂയ. പക്ഷെങ്കിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആ തർക്കങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്ന്, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഹല്ലേലൂയ, ഒരുമിച്ച് ദൈവ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ എന്താണ് ശരിക്കും മാറ്റർ, ശരിക്കും ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി ശിഷ്യന്മാര് ചെയ്യേണ്ട അവസരമാണിത്.
24 മണിക്കൂറുടെ ഉള്ളൂ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവമേ കർത്താവ് യേശു ക്രിസ്തുവിനോട് കർത്താവ് ഞങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് കൂടുതലായി സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ആ അവസരം അവർ പാഴാക്കുകയാണ് ചെയ്യുന്നത്. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. ഈ നമ്മുടെ ജീവിതത്തിലും കിട്ടുന്ന സമയം ദൈവം കർത്താവ് യേശു ക്രിസ്തു എന്താണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ കർത്താവിനോട് ചോദിക്കുകയും കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തർക്കങ്ങളും വാദങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഹല്ലേലൂയ ദൈവ രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് ഇവിടെ മുന്നിലേക്ക് വരുമ്പോഴാണ് ഹല്ലേലൂയ, സ്തോത്രം, 31-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ശിമോനെ ശിമോനെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു ശിമോൻ പത്രോസിനെ വിളിക്കുന്ന ഒരു കാര്യമുണ്ട്, ശിമോനെ ശിമോനെ എന്ന്. കർത്താവ് യേശു ക്രിസ്തു തന്നെയാണ് ശിമോന്റെ പേര് പത്രോസ് എന്നാക്കിയത്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഇപ്പോൾ ശിമോനെ ശിമോനെ എന്ന് വിളിക്കുവാൻ ഒരു കാരണമുണ്ട് എന്ന് ഞാൻ പരിപൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ ശിമോനെ ശിമോനെ എന്ന് വിളിക്കുന്നതിന്റെ കാരണം ഈ പത്രോസ് തന്നെയാണ് ഹല്ലേലൂയ ഈ പഴയ സ്വഭാവത്തിലേക്ക് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ ആരാണ് ഏറ്റവും വലിയവൻ? അപ്പം കർത്താവ് യേശു ക്രിസ്തു ചുമ്മാ വിളിച്ചല്ലേ ശിമോനെ ശിമോനെ എന്ന്, പത്രോസെ എന്ന് വിളിക്കായിരുന്നു. പക്ഷെങ്കിൽ നമ്മുടെ ഓൾഡ് സെൽഫ് പോകാത്തിടത്തോളം കാലം കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തുവാൻ കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ പഴയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലൂടെയാണ് പുതിയ ജീവിതം നമുക്ക് ലഭിച്ചത്. അത് ആത്മാവിലുള്ള ജീവിതമാണ്. പലപ്പോഴും ആത്മാവിലുള്ള ജീവിതം നയിക്കുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ ജഡത്തിലുള്ള ജീവിതം അതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുവാറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് പത്രോസിനെ ഇവിടെ ശിമോനെ ശിമോനെ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. മക്കളെ, ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ അവകാശികളാണ് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമ്മളെ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ആമേൻ, ഹല്ലേലൂയ. ഒരു പുതിയ നിയമ സൃഷ്ടിയായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മൾ അത് മനസ്സിലാക്കി ആ ആത്മാവിലേക്കുള്ള ഫോക്കസിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹല്ലേലൂയ പഴയ ചിന്തകൾ കർത്താവ് എടുത്തു മാറ്റും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ഗലാത്യ ലേഖനം 5:1 ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ വായിക്കാം. ഗലാത്യർ 5:1. It was for freedom that Christ set us free. Therefore, keep standing firm and do not be subject again to the yoke of slavery. ഗലാത്യ ലേഖനം 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. ആമേൻ, അത് മതി. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ആമേൻ, ഹല്ലേലൂയ. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മാത്രമല്ല, പഴയ ജീവിതത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. പഴയ ചിന്തകളിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ നമുക്ക് ചിന്ത കർത്താവ് യേശു ക്രിസ്തുവിലുള്ള ചിന്തയാണ്. ആമേൻ, ഹല്ലേലൂയ. അതാണ് യഥാർത്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. കാരണം നമ്മള് ബാക്കി ഈ ലോകത്തിലെ കാര്യങ്ങളോ നമ്മുടെ സ്വന്തം കാര്യങ്ങളോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ബാക്കി ഏത് കാര്യങ്ങളിലും നമ്മൾ എപ്പോഴും നമ്മുടെ ചിന്ത കൊണ്ട് നടന്നു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടത്തില്ല. കർത്താവ് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. അത് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും എല്ലാം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് കർത്താവ് യേശു ക്രിസ്തുവിലൂടെയാണ്. ആമേൻ. 2 കൊരിന്ത്യർ 5:17. Therefore, if anyone is in Christ, this person is a new creation. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ആമേൻ, ഹല്ലേലൂയ. അത് മതി. ഹല്ലേലൂയ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. മക്കളെ, ഈ നാളുകളിൽ നമ്മൾ അതിന്റെ എഫേർട്ട് എടുത്ത്, നമ്മൾ ചിന്തിക്കുന്നതിൽ പോലും എഫേർട്ട് എടുത്ത് ഞാനൊരു ദൈവിക പൈതലാണ്, ദൈവം എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി എന്ന് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൈതലാണെന്നുള്ള ബോധ്യം വരുമ്പോഴാണ് ഹല്ലേലൂയ, സ്തോത്രം, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. എന്റെ കുഞ്ഞിന് ഹല്ലേലൂയ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ഒരു കാര്യം വന്ന് എടുത്ത് കഴിക്കുവാൻ ഹല്ലേലൂയ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് ഒരു സ്വന്തം പൈതലിനറിയാം.
എന്നാൽ വെളിയിൽ നിന്ന് ഒരാൾ വന്ന് അകത്തേക്ക് വരുമ്പോൾ ചോദിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ എടുത്ത് ഫ്രിഡ്ജ് തുറന്ന് എടുക്കുവാൻ അവർക്ക് കഴിയത്തില്ല. അതുപോലെ തന്നെയാണ് ഒരു ദൈവ പൈതലായ നമുക്ക്. നമ്മുടെ അപ്പൻ എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അപ്പൻ എന്താണ് തരുവാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് മനസ്സിലാവാനിടയാവും. We are the children of God. ആമേൻ. ദൈവം നമ്മളെ കാണുന്ന ദൈവ മക്കളായിട്ടാണ്. അതുകൊണ്ട് നമ്മളെ ദൈവ മക്കളായിട്ട് തന്നെ കാണണം. ഹല്ലേലൂയ. റോമാലേഖനം 8:13 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. റോമർ 8:13. For if you are living in according to the flesh, you are going to die. But if you by the Spirit you are putting the death, the deeds of the body, you will live. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആമേൻ. ഹല്ലേലൂയ. അത് മതി. ഹല്ലേലൂയ. ഈ നാളുകൾ ആ പുതിയതായിട്ട് കർത്താവ് സൃഷ്ടിച്ച ആത്മ മനുഷ്യനിൽ ഫോക്കസ് ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ ഷിമോനെ എന്ന് വിളിക്കുവാൻ കാരണം ഷിമോൻ പിന്നെയും ഇപ്പോഴും ഇത്രയും 3.5 വർഷം കൊണ്ട് നടത്തിയിട്ടും പഴയ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ കർത്താവ് യേശു അടുത്ത ഒരു കാര്യം നോക്കുന്നത് 2 പ്രാവശ്യം ഷിമോനെ എന്ന് വിളിക്കുക. ഹല്ലേലൂയ. നമുക്കറിയാം 2 പ്രാവശ്യം നമുക്ക് ദേവദാസന്മാരിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. 2 പ്രാവശ്യം വിളിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന് യഥാർത്ഥമായിട്ട് നമ്മളോട് എന്തോ സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ളത്. അതുപോലെ കർത്താവ് യേശു ക്രിസ്തു ഷിമോൻ വീണ്ടും വളരെ ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ബിഹോൾഡ് എന്നുള്ളൊരു പദം കൊണ്ട് അവിടെ എഴുതിയിട്ടുണ്ട്. സൈമൺ ബിഹോൾഡ്, നീ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ വളരെ ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ കർത്താവ് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. 2 പ്രാവശ്യം വിളിച്ച് നമുക്കറിയാം. അബ്രഹാമിനെ 2 പ്രാവശ്യം വിളിച്ചു, ശമൂവേലിനെ 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ആമേൻ. മാർത്തെ 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പലരെ മോശയെ 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പലരെ 2 പ്രാവശ്യം വിളിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 2 പ്രാവശ്യം വിളിക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ കർത്താവിന് നമ്മൾ സംസാരിക്കാനുണ്ടെന്നുള്ളതാണ്. ദൈവമക്കളെ, നമ്മൾ വചനം വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വചനം നമുക്ക് സ്റ്റക്ക് ആകുന്നുണ്ടെങ്കിൽ ദൈവം പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കുവാൻ, ആ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കുവാനുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, നമ്മളിലുള്ള ആത്മ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ വചനം നമ്മളോട് സംസാരിക്കുന്നത് തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തുവിന് അറിയാം ഈ ശിമോൻ ആരാകുമെന്ന്. അതുകൊണ്ടാണ് ഷിമോനെ എന്ന് പറഞ്ഞ് എടുത്ത് അവനോട് പറയുന്നത്. ഹല്ലേലൂയ. മാർത്ത, നമുക്കറിയാം മാർത്ത വളരെയധികം ജോലി ചെയ്ത് വളരെ കുഴഞ്ഞിരിക്കുന്നു. മാർത്തയുടെ ആ വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അത് ലൂക്കോസ് 10:41 ലൂക്കോസ് 10:41 മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. But the Lord answered and said to her, Martha, Martha, you are worried and distracted by many things, but only one thing is necessary. For Mary has chosen the good part, which shall not be taken away from her. കർത്താവ് അവളോട്, മാർത്തേ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അവഹരിക്കുകയുമില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവം കർത്താവായ യേശു ക്രിസ്തു ഈ മാർത്തയെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ മറിയെ പോലെ ദൈവസന്നിധിയിൽ വന്നിരുന്ന് ദൈവവചനം കേൾക്കാനും ദൈവം എന്താണ് അവളോട് പറയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് she is worried, she is distracted by many things. അനേക കാര്യങ്ങൾ കൊണ്ട് വളരെ ഭാരപ്പെട്ടും പല കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോവുക. കർത്താവ് യേശു ക്രിസ്തു പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനോ അതിന് ശ്രദ്ധ കൊടുക്കുവാനോ സമയമില്ലാതെ നടക്കുന്ന മാർത്തയോട് പിന്നെയും വിളിച്ചു പറയാണ്, ഒറ്റ കാര്യം നീ ചെയ്താൽ മതി. ദൈവസന്നിധിയിൽ നിന്റെ ഭാരങ്ങൾ മാറും, നിന്റെ പ്രയാസങ്ങൾ മാറും. നീ അനേക വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നു. പക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കുകയാണെങ്കിൽ നിന്റെ ഭാരങ്ങൾ എടുത്ത് കളയുന്ന ഒരു ദൈവമാണ്. കഴിഞ്ഞ 3-4 ആഴ്ച മുമ്പ് ഹല്ലേലൂയ ദൈവിക മർമ്മങ്ങൾ എന്നുള്ള വിഷയം ഞാൻ ഇവിടെ എടുത്തപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവിടെ
ശിഷ്യന്മാർ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്ന് ഈ ഉപമയുടെ പൊരുൾ എന്താണെന്ന് കർത്താവ് യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കോ അത് അറിയുവാനുള്ള വരം ലഭിച്ചിരിക്കുന്നു. ആമേൻ. മക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ ചെന്ന് കർത്താവിനോട് പോയി ചോദിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് കർത്താവ് ഇതിന്റെ അർത്ഥം എന്താണെന്നും നമ്മളെ കുറിച്ച് ഈ വചനത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്നും ദൈവം നമുക്ക് മനസ്സിലാക്കി തരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഈ നാൾ ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുവാൻ, ഹല്ലേലൂയ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, ഹല്ലേലൂയ, ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ അതൊരു ഫിസിക്കൽ ചെവിയെ പറ്റി അല്ല പറയുന്നത്, ആത്മാവിലുള്ള ചെവിയെ പറ്റിയാണ് പറയുന്നത്. ആത്മാവിൽ ഗ്രഹിക്കുവാൻ കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത് മനസ്സിലാക്കുവാൻ ദൈവം ഈ നാളിൽ സഹായിക്കട്ടെ. എന്നിട്ട് ഇവിടെ ശിമോനോട് പറയും, ശിമോനെ 2 പ്രാവശ്യം വിളിച്ചു പറയാണ്, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഇവിടെ അനേക വ്യാഖ്യാനങ്ങൾ ദൈവ വചന പഠിതാക്കൾ കൊടുക്കുന്നുണ്ട് ഇതിന്റെ അർത്ഥത്തിൽ. പക്ഷെങ്കിൽ ദൈവം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കി തന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവുമായിട്ട് ഈ പത്രോസിനെ സെപ്പറേറ്റ് ചെയ്യുവാൻ സാത്താൻ പല പദ്ധതികൾ ഒരുക്കുന്നു. ഗോതമ്പ് നമുക്കറിയാം, അത് സെപ്പറേറ്റ് ആണ്, നല്ലതും അല്ലെങ്കിൽ അതിന്റെ വേണ്ടാത്തതും തമ്മിൽ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ ശത്രുവിന്റെ വലിയ പദ്ധതിയാണ്, ഹല്ലേലൂയ, നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റിയെടുത്ത് മാറ്റുക എന്നുള്ളത്. പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ 2 ലേഖനങ്ങളാണ് പത്രോസ് അപ്പോസ്തലൻ എഴുതിയത് നമുക്കറിയാം. അവിടെ അതിമഹത്തകരമായ അനേക ദൈവ വചനത്തിന്റെ മർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനകത്തെ ഒരു കാര്യമാണ്, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ 1 പത്രോസ് 5:8 എഴുതിയിരിക്കുന്നത്. 1 പത്രോസ് 5:8 എഴുതിയേക്കാണ്, ബി ഓഫ് സോബർ സ്പിരിറ്റ്, ബി ഓൺ ദി അലേർട്ട്, യുവർ അഡ്വേഴ്സറി ദ ഡെവിൾ floats around like a roaring lion seeking someone to devour. ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങുന്നു എന്ന് തിരിഞ്ഞ് ചുറ്റി നടത്തുന്നു. ആമേൻ. ഇവിടെ നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ അനേക വർഷങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവസഭയെ ഉറപ്പിച്ചിട്ട് അനേക വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ ലേഖനം എഴുതുന്നത് നമുക്കറിയാം. പക്ഷെ അവിടെ പറയുകയാണ്, ഹല്ലേലൂയ, എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ശത്രുവിന്റെ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അവന് ഒരു അലറുന്ന സിംഹം പോലെ, നമുക്ക് ശത്രുവിനെ കാണാൻ പറ്റത്തില്ല. അപ്പം അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ആത്മലോകത്തിൽ തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, അവന്റെ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, അവന്റെ വഞ്ചനയെ നമ്മൾ മനസ്സിലാക്കണം. വഞ്ചന എന്ന് പറയുന്നത് തന്നെ ആ തന്ത്രങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഹവ്വയുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഹവ്വ വഞ്ചിക്കപ്പെട്ടു, യൂദാസ് വഞ്ചിക്കപ്പെടുകയായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ അനേകം ഉദാഹരണങ്ങൾ പറയാം. പൗലോസ് അപ്പോസ്തലൻ ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ശത്രുവിന്റെ പല വഞ്ചനകളുണ്ട്, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇതിലൂടെയാണ് പലപ്പോഴും ശത്രു നമ്മളെ വഞ്ചിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു 4:7, submit therefore to God but resist the devil and he will flee from you. ആമേൻ. അവനെ, ഹല്ലേലൂയ, അവനെ എതിരിട്ട് നിൽക്കാനാണ് പറയുന്നത്. അവൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും. നമ്മൾ എന്തെങ്കിലും ചെറിയ അവസരങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ ചിന്തിക്കാനുള്ള അവസരമായിരിക്കാം, ചില കാണുന്ന കാര്യമായിരിക്കും, സംസാരിക്കുന്ന കാര്യമായിരിക്കും. ചെറിയ കാര്യങ്ങളിലും അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെയും അതിട്ട് കൊണ്ടുവരും, അവൻ പിന്നെയും അതിട്ട് തരും. ഹല്ലേലൂയ. യോഹന്നാൻ 10:10 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. The thief comes only to steal and kill and destroy. I came so that they would have life and abundant life. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിക്കുവാനും
നമ്മളെ കൊല്ലുവാനുമാണ് ശത്രു വരുന്നത്. എങ്ങനെയും നമ്മളെ കർത്താവിൽ നിന്നും മാറ്റിക്കളയണം. ഹല്ലേലൂയ. അവനെ സിഫ്റ്റ് ലൈക്ക് എ വീറ്റ്, പക്ഷെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഇങ്ങനെ ശത്രു പല തന്ത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മളെ പുറമോട്ട് മാറ്റുവാൻ, ഭാരങ്ങൾ ഇട്ടുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം അതിനകത്തുനിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് 2 പ്രാവശ്യം കർത്താവായ യേശുക്രിസ്തു പത്രോസിനെ വിളിച്ച് ഒരാലോചന കൊടുക്കുന്നത്. അതായത് നിന്നെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുവാനും ലിഫ്റ്റ് ചെയ്യുവാനും കർത്താവ് ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ, പിശാച് ആഗ്രഹിക്കുന്നത് സിഫ്റ്റ് ചെയ്യുവാനോ മാറ്റുവാനാണ് ആഗ്രഹിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഈ നാളുകളിൽ ഹല്ലേലൂയ ശത്രുവിന്റെ പദ്ധതി നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പറയുകയാണ് ഹല്ലേലൂയ, യേശു പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ, ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ കണ്ടു, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ കണ്ടു, നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകൾ കണ്ടും കർത്താവിന് അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഇവിടെ കർത്താവ് യേശുക്രിസ്തു വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. ആമേൻ, ഹല്ലേലൂയ. അത് പത്രോസ് അപ്പോസ്തലന്റെയും പൗലോസ് അപ്പോസ്തലന്റെയും നമ്മുടെയും ജീവിതത്തിൽ അത് തന്നെയാണ്. ഒരു ദൈവ പൈതൽ കർത്താവിന്റെ സ്വന്തം മക്കളായ നമ്മള് പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത് കർത്താവിന് കണ്ടുകൊണ്ടിരിക്കുവാൻ കഴിയത്തില്ല. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 8ഉം 9ഉം വാക്യത്തില് അവിടെ പൗലോസ് അപ്പോസ്തലനും കൂട്ടരും വളരെ ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോവുക. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 1:8 ഞങ്ങൾക്ക് മനസ്സില്ല, ജീവനോടിരിക്കുമോ എന്ന നിരാശ തോന്നുമാറെ ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതെ, ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. അത് മതി. ഹല്ലേലൂയ, സ്തോത്രം. അവര് ഒരു പക്ഷെങ്കിൽ മരിക്കേണ്ടി വരുന്ന സാഹചര്യം വരെ ഉണ്ടാവും. പക്ഷെ ദൈവം വിട്ടുകൊടുത്തില്ല. കർത്താവിന് ഇവരെ കൊണ്ടുള്ള പർപ്പസ് ഇതുവരെ തീർന്നില്ല. ഇപ്പോൾ ഹല്ലേലൂയ ഈ പത്രോസിനെ കൊടുക്കുവാൻ ദൈവം തയ്യാറല്ല. ആമേൻ. പത്രോസിനോട് പറയുവാണ്, നിനക്ക് ഒരു പദ്ധതിയുണ്ട്. നീ ഇപ്പോൾ ഇങ്ങനെ ഉഴപ്പിത്തള്ളി പോകുമായിരിക്കും, പക്ഷെ നിന്നെ കുറിച്ചുള്ള ഉദ്ദേശം അതല്ല. നീ വന്ന് സഹോദരന്മാരെ ശക്തിപ്പെടുത്തേണ്ടതാണ്, നീ വന്ന് സഭയെ ഉറപ്പിക്കേണ്ടതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ശത്രുവായവൻ എത്ര വാദിച്ചാലും ഞാൻ നിന്നെ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. ദൈവങ്ങളെ, നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോഴും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ എങ്ങും ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദൈവം നമ്മളെ വിട്ടുകൊടുക്കത്തില്ല, ശത്രുവിന് വേണ്ടി വിട്ടുകൊടുക്കത്തില്ല. അതെ, ഹല്ലേലൂയ. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ഹല്ലേലൂയ, എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. ആമേൻ. ഇവിടെ പറയാണ്, നീ ഒരു സമയം കഴിഞ്ഞ് തിരിഞ്ഞു വരും. കർത്താവ് യേശുക്രിസ്തു പത്രോസ് അപ്പോസ്തലനെ ഇപ്പോഴും സ്നേഹിക്കുക. നീ ഇപ്പം എന്നെ വിട്ടു പോകാൻ പോവാ, എന്നെ തള്ളി പറയാൻ പോവാ, എനിക്കെതിരെ നിൽക്കാൻ പോവാ, പക്ഷെങ്കിൽ എന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ദൈവങ്ങളെ, എത്ര വലിയ പ്രത്യാശയാണ് നമുക്കുള്ളത്. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മൾ പാപത്തിലാണ് പലപ്പോഴും ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അത് പറ്റുന്നില്ലല്ലോ പലപ്പോഴും കർത്താവിനോട് പറയുമ്പോഴും അന്നേരവും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ആമേൻ, ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തെയാണല്ലോ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നത്. കർത്താവ് യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം വന്നതുകൊണ്ട് നമ്മളെ വിട്ടേച്ച് പോകത്തില്ല. നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരികയാണെങ്കിൽ അവൻ ഓടി വന്ന് ഹല്ലേലൂയ നമ്മളെ കെട്ടിപ്പിടിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ച് ഹല്ലേലൂയ അവന്റെ ഭവനത്തിൽ പാർപ്പിക്കുന്ന ഒരു കർത്താവാണ് നമുക്ക്. ആമേൻ. ഇവൻ തിരിഞ്ഞു പോകും എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ഇവൻ എന്നെ തള്ളി പറയുവാൻ നിൽക്കുകയാണെന്ന് വളരെ ബോധ്യമുണ്ടായിട്ടും പറയുകയാണ്, ഹല്ലേലൂയ, നീ ഒരു സമയം കഴിഞ്ഞ് തിരിഞ്ഞു വരും.
ഹല്ലേലൂയ. അന്നേരം നീ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം നീ ചെയ്യുക. നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തുക. ആമേൻ. ഹല്ലേലൂയ. ഒരു വലിയ പ്രത്യാശയാണ് നമുക്കുള്ളത്. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഇവിടെ ശിമോൻ പത്രോസിന് കൊടുക്കുന്നതും നമുക്കും തരുന്നത്. മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ ഭാഗ്യ പദവിയാണ് നമുക്ക് തരുന്നത്. ആമേൻ. ഹല്ലേലൂയ. മക്കളെ, ഈ കഥവ യേശു ക്രിസ്തുവിനെ നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി. ദൈവമാണ് അവരെ ശക്തിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഒരു വാക്യം അയച്ചു കൊടുത്താൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം ഭാരപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു വാക്യം അയച്ചു കൊടുത്തു. അവരത് കണ്ടതിന് ശേഷം വളരെയധികം സന്തോഷത്തിൽ എന്നെ വിളിച്ചു. ആമേൻ. ഇത് രണ്ടുപേര് ഇതേ വാക്യം എന്നോട് പറഞ്ഞ് ഈ വാക്യം വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് പിന്നെ ഈ വാക്യം എനിക്ക് അയച്ചു തരുന്നത്. ഞാൻ ഒരു വാക്യം അയച്ചു കൊടുത്തതുള്ളൂ. എന്നോട് പറയുകയാണ്, ഹല്ലേലൂയ, ദൈവം ഇത് എന്നെ ഉറപ്പിക്കാൻ വേണ്ടി ഈ വാക്യം പിന്നീട് കൂടെ അയച്ചത്. ഞാൻ വലിയ കാര്യം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയല്ല, പക്ഷേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഹല്ലേലൂയ. നമ്മൾ വലിയ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നില്ല, അതിനകത്തൊന്നും വലിയ കാര്യമില്ല. ദൈവം പ്രവർത്തിക്കുന്നില്ല. ദൈവമാണ് ഒരു മനുഷ്യന്റെ ഹൃദയം ചേഞ്ച് ആക്കുന്നത്. ഒരു മനുഷ്യനും ചെയ്യുവാൻ കഴിയത്തില്ല. നമ്മൾ ഒരാൾക്ക് ഒരു വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ, ഒരു ബൈബിളിന്റെ മെസ്സേജ് അയക്കുമ്പോൾ, ഒരു വചനം അയച്ചു കൊടുക്കുമ്പോൾ, ഒരു വാക്ക് കൊണ്ട് ശക്തിപ്പെടുത്തുമ്പോൾ, ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ ശിമോൻ പത്രോസിനോട് പറയുകയാണ്, നീ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഇതേ ഉള്ളൂ. നമ്മുടെ കൂട്ടു സഹോദരന്മാരെ, നമുക്കറിയാം, നമ്മുടെ ചുറ്റും അനേക ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പലപ്പോഴും നമുക്ക് അറിയത്തില്ല അവരെ ഭാരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ അവരോടൊന്ന് ഓപ്പണായിട്ട് സംസാരിക്കുവാൻ തയ്യാറാണെങ്കിൽ അവരെത്രമാത്രം ഭാരങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോകുന്നത്. അവരുടെ ഭാവിയെ ചൊല്ലി, അവരുടെ ശരീരത്തിലെ രോഗങ്ങളെ ചൊല്ലി, അവരുടെ കുഞ്ഞുങ്ങളെ പ്രതി അനേക ഭാരങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഒരു വചനം പറയുകയാണെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, തീർച്ചയായിട്ടും ദൈവം അവരെ ശക്തിപ്പെടുത്തും. ദൈവം നമ്മളെ കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. 2-3 തരത്തിലുള്ള, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ശക്തിപ്പെടുത്തൽ നമുക്ക് വചനത്തിൽ ഉടനീളം കാണാം. ഒന്ന് ശാരീരികമായിട്ടുള്ള, അതായത് ഫിസിക്കൽ ഹീലിംഗ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ കുറിച്ച് മറ്റുള്ളവരെ സൗഖ്യമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അത് ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമാണ്. നമ്മൾ അത് വിശ്വസിച്ച് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം രോഗികളെ സൗഖ്യമാക്കും. ആമേൻ. മാനസികമായിട്ട് തകർന്നിരിക്കുന്ന അനേകരുണ്ട്. അവരെ നമുക്ക് ശക്തിപ്പെടുത്തുവാൻ പറ്റും. ആത്മീകമായിട്ട് തകർന്നിരിക്കുന്നവർ, ഹല്ലേലൂയ, ദൈവരാജ്യം നഷ്ടപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നവരുണ്ട്. അവരെ നമുക്ക് ശക്തിപ്പെടുത്തുവാൻ പറ്റും. ആമേൻ. വളരെ പെട്ടെന്ന് ഈ 3 കാര്യങ്ങളിൽ ഒരു 3 ഇൻസ്റ്റൻസ് മാത്രം വായിച്ച് എനിക്കറിയാം സമയം കുറച്ച് കടന്നു പോയി എന്നറിയാം. ഹല്ലേലൂയ. എന്നാൽ വളരെ പെട്ടെന്ന് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ പത്രോസും യോഹന്നാനും ഒരു മുടന്തനായ ആളെ സൗഖ്യമാക്കുന്ന കാണുവാൻ സാധിക്കുന്നത്. അത് മൊത്തം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സമയമെടുക്കും. അതുകൊണ്ട് 7-ാം വാക്യം ആരിലും ഒന്ന് വായിച്ചേ. അവനെ വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ആമേൻ. And he took him by the right hand and lifted him up, and immediately his feet and ankle bones received strength. Hallelujah. Amen. ഇവിടെ പത്രോസും യോഹന്നാനും പറയുന്ന ഒരു കാര്യമുണ്ട്. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, തരാനില്ല, ഞങ്ങൾക്കുള്ളതോ ഞങ്ങൾ തരുക, നസ്രയനായ യേശുവിന്റെ നാമം. ആമേൻ. ഹല്ലേലൂയ. നമുക്കളെ, ഈ അധികാരവും ഈ ശക്തിയുമാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഇവിടെ അവന്റെ കാലിന് സ്ട്രെങ്ത് കിട്ടിയാൽ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ കാലിന് സ്ട്രെങ്ത് കിട്ടിയാൽ എഴുതിയിരിക്കുന്നു. ഇതുപോലൊരു വാക്യമാണ് സാറയെ പറ്റി എബ്രായ ലേഖന കർത്താവ് 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ എഴുതുമ്പോൾ എഴുതിയിരിക്കുന്നത്.
ഹല്ലേലൂയ. അതിന്റെ എബ്രായ ലേഖനം 11:11 വിശ്വാസത്താൽ അവർക്ക് ഇത് വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായമായി കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ആമേൻ. അതുകൊണ്ട് ഒരുവനെ പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഈ ശക്തി ഉണ്ടെങ്കിൽ ഈ സീഡ് അങ്ങോട്ട് ചെന്നാൽ മതി, അത് അതിനകത്തൊരു ഐസക്കായിട്ട് വളർന്നു. ദൈവമക്കളെ, നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ വാഗ്ദത്തങ്ങൾ പുറത്തു വരും. ആ ആത്മശക്തി, നമ്മുടെ ഫിസിക്കൽ ശക്തിയെ പറ്റിയല്ല പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ഫിസിക്കൽ ഹീലിംഗ് കൊടുക്കുക, അവന്റെ ശരീരത്തിന്മേൽ ഒരു ശക്തി വ്യാപരിക്കുക. ആമേൻ. നമുക്കറിയാം 1 ശമൂവേൽ 23:14 മുതലുള്ള വാക്യങ്ങള്, ദാവീദ് ഇവിടെ ശൗലിനെ പേടിച്ച് ഹല്ലേലൂയ ഗുഹകളിലും കാടുകളിലും താമസിക്കുന്ന സമയത്ത് ശൗലിന്റെ മകൻ യോനാഥാൻ വന്ന് ദാവീദിനെ ശക്തിപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്. അത് 1 ശമൂവേൽ 23:14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. 1 ശമൂവേൽ ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ച് സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാലത്തൊക്കെ ശൗൽ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. തന്റെ ജീവനെ തേടി ശൗൽ പുറപ്പെട്ടിരിക്കുന്നു എന്ന് ദാവീദ് കണ്ട്, അന്ന് ദാവീദ് സീഫ് മരുഭൂമിയിലെ ഒരു കാട്ടിലായിരുന്നു. അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട് ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി. ഇംഗ്ലീഷിൽ ഇതിങ്ങനെ എഴുതിയിരുന്നേ, Then Jonathan, Saul's son, arose and went to David in the woods and strengthened his hand in God. വളരെയധികം ഭയപ്പെട്ടും പ്രയാസപ്പെട്ടും ഇരിക്കുന്ന ദാവീദിനെ ശക്തിപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്തമാണ് ഫിസിക്കൽ ഒരു സ്ട്രെങ്ത് കൊടുക്കുക മാത്രമല്ല, ഹല്ലേലൂയ, മാനസികമായിട്ട് തകർന്നും ഭയപ്പെട്ടും ഇരിക്കുന്നവർക്ക് ദൈവത്തിൽ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നാണ് ഹല്ലേലൂയ ആത്മാവിലുള്ള കർത്താവ് യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത്. കർത്താവ് നമുക്കറിയാം, ഈ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22 വായിച്ച് 23 വരുമ്പോൾ കർത്താവ് യേശു ക്രൂശിലേക്ക് കിടക്കുന്ന കള്ളനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഇന്ന് എന്റെ കൂടെ പറുദീസയിൽ ഇരിക്കും. അവർ 2 ക്രിമിനൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടക്കുകയാണ്, വാഗ്വാദം നടക്കുകയാണ് അല്ലെ. പക്ഷെ എന്നാൽ ഒരു കള്ളന് അവന് വലിയൊരു വെളിപ്പാട് കിട്ടി. ഇവൻ കർത്താവ് യേശു ക്രിസ്തു തന്നെയാണ്, ദൈവപുത്രനാണ്. ഞങ്ങൾ കുറ്റം ചെയ്തിട്ടാണ് ഇവിടെ കിടക്കുന്നത്, പക്ഷെ കുറ്റം ചെയ്യാതെ പാപം ചെയ്യാതെ ഒരുവൻ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം അവന്റെ ഉള്ളിൽ വന്ന് കർത്താവ് യേശു ക്രിസ്തുവിനോട് അത് പറഞ്ഞപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, നീ ഇന്ന് എന്റെ കൂടെ പറുദീസയിൽ. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ദൈവം തന്ന ആത്മീക ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യനെ ഉയർപ്പിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പ്രത്യേകിച്ച് ശക്തിപ്പെടുത്തുക എന്നുള്ള ബന്ധത്തിൽ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തില് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, പൗലോസും കൂട്ടരും തങ്ങൾ പ്രവർത്തിച്ച, തങ്ങളെ ഉപദ്രവിച്ച സ്ഥലങ്ങൾ അന്ത്യോക്യയിലും ഒക്കെ ചെന്ന് അവിടുത്തെ സഹോദരന്മാരെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്തു, അവരെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ഓരോ ദിവസവും നമ്മൾ കൂടുമ്പോഴും അതാണ് ചെയ്യുന്നത്. ദൈവദാസൻ നോർത്ത് ഇന്ത്യക്ക് പോകുമ്പോൾ അതാണ് ചെയ്യുന്നത്. ആമേൻ. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരോട് ചെന്ന് നമ്മൾ അവരെ ശക്തിപ്പെടുത്തണം. ആമേൻ. അവരോട് പറയണം, ദൈവം നിങ്ങളുടെ വിഷയങ്ങളെ മാറ്റും. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞാൽ മതി, ദൈവം ചെയ്തോ. നമ്മൾ അല്ല ചെയ്യുന്ന, ദൈവമാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവാണ് ചെയ്യുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്, അതൊരു കമാൻഡാണ്. നീ ചെന്ന്, ഇപ്പോൾ നീ പുറകോട്ട് പോവുമായിരിക്കും, പക്ഷെങ്കിൽ നീ ചെന്ന് നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കുന്ന ചില സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ 1 പത്രോസും 2 പത്രോസും വായിക്കുമ്പോൾ ഹല്ലേലൂയ അനേക ദൈവിക മർമ്മങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളോ ഹല്ലേലൂയ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും എന്ന് എഴുതിയ പത്രോസ് അപ്പോസ്തലനാണ്. ആമേൻ. ഹല്ലേലൂയ.
ദൈവങ്ങളെ ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് അനേകരെ ധൈര്യപ്പെടുത്തുവാനുണ്ട്. പത്രോസിനെ കർത്താവ് കൊണ്ടുവന്നത് അനേകരെ ധൈര്യപ്പെടുത്താനാണെങ്കിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു അനേകരെ ധൈര്യപ്പെടുത്താനായിട്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ധൈര്യപ്പെടുത്തുവാനും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുവാനും ഈ നാൾ ദൈവം സഹായിക്കട്ടെ. ഈ വചന ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ ശക്തമായ ഒരു ദൂത് നമ്മുടെ മധ്യത്തിൽ അരുളി ചെയ്തു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം ഉദ്ധരിച്ച് ദൈവവചനത്തിന് ആസ്പദമാക്കി ദൈവം നമ്മളോട് സംസാരിച്ചു. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ സാത്താൻ പോരാടുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ നമുക്ക് വേണ്ടി ഒരു ദൈവത്തിന്റെ കരം വ്യാപരിക്കുന്നുണ്ട്. അതാണ് ഇന്ന് കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യത്തിൽ സംസാരിച്ചത്. നമ്മൾ ആത്മീയമായി ക്ഷണിക്കുമ്പോൾ, നമ്മൾ വിശ്വാസത്തിൽ ക്ഷണിക്കുമ്പോൾ, നമ്മുടെ കുടുംബപരമായി ഓരോ ഭാരത്തിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു കാര്യമുണ്ട്. അത് ദൈവത്തിന്റെ വചനമാണ്. ഈ പത്രോസ് തന്നെ ഈ പത്രോസിനോട് പറയുകയാണ്, ഞാൻ സാത്താനിനെ ഗോതമ്പ് മണി പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചുവെങ്കിലും ഞാൻ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ അപേക്ഷിച്ചു. എന്താണ് അപേക്ഷിച്ചത്? ഈ പത്രോസിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ വിളിച്ചു പറയുകയാണ്, ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവീൻ. ഉറപ്പിക്കുകയാണ് പത്രോസ്, ഉറപ്പിക്കുക, ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിയിപ്പിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മിയുടെ കയ്യിൽ തറപ്പിച്ചു കൊന്നു. ദൈവം മരണവാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോൾ ഇവിടെ ഉറപ്പിക്കുകയാണ്, മരണത്തിന്റെ പാശത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് യേശുവിനെ മരണത്തിൽ നിന്ന് ഉറപ്പിച്ചത് പത്രോസ് ഉറപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഭാരപ്പെടുമ്പോൾ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ രോഗങ്ങളിൽ കൂടെ ഭാരപ്പെടുമ്പോൾ നമ്മളെ ഉറപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നമ്മൾ തകർന്നു എന്ന് പോകുമ്പോൾ നമ്മളെ ഉറപ്പിക്കുന്ന പരിശുദ്ധാത്മാവാണ്. എന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമുണ്ട്. ഞാൻ അബുദാബി ഡിഫൻസ് ദൈവത്തിനോട് ശുശ്രൂഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ കേട്ടതായിരിക്കും. പണ്ട് അബുദാബി ഡിഫൻസിൽ മിലിറ്ററി യൂണിഫോം ഇട്ട് ഞാൻ ജോലിക്ക് പോകുമ്പോൾ എന്റെ ഒരു വശം അരയ്ക്ക് താഴോട്ട് തളർന്നു കിടക്കുകയാണ്. തളർന്നു പോയി, എനിക്ക് നിൽക്കുവാൻ കഴിയുന്നില്ല. ഡോക്ടർ അടുത്ത് കടന്നുപോയി. ഡോക്ടർ മരുന്നൊന്നും ഏൽക്കുന്നില്ല. ഡോക്ടർ ഒരു ഓപ്പറേഷൻ ചെയ്താലും ശരിയാകത്തില്ല, തളർന്നു പോകും. ഞാനൊരു തീരുമാനമെടുത്തു, എന്നെ തളർത്തി കളയുവാൻ, എനിക്ക് നടക്കുവാൻ, എന്റെ ശേഷി നഷ്ടപ്പെടുത്തുവാൻ പോരാടുന്ന പൈശാചിക ശക്തികളെ എനിക്ക് എന്റെ കർത്താവിന്റെ നാമത്തിൽ ജയമുണ്ട്. ഞാനൊരു തീരുമാനമെടുത്തു. 3 ദിവസം ചൂടുവെള്ളം കുടിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ഈ രോഗത്തിന് വേണ്ടി ഞാൻ ഒരു മരുന്ന് കഴിക്കത്തില്ല. എന്റെ ദൈവത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കും. ഞാൻ ഉറച്ചു. ചൂടുവെള്ളം അനത്തിക്കൊണ്ട് 3 ദിവസം അബുദാബിയിൽ ഞാൻ ഉപവാസത്തിലിരിക്കുകയാണ്. 3-ാമത്തെ ദിവസം സാത്താൻ കടന്നു വന്നിട്ട് നമുക്ക് നേരിട്ട് കാണാം. സാത്താന്റെ ശക്തികളെ ആത്മാവിൽ കാണാം. കണ്ടിട്ട് പറയുകയാണ്, നീ എടുത്ത തീരുമാനത്തിൽ നിന്ന് നീ മാറണം, നീ മരുന്ന് കഴിക്കണം, ഇല്ലെങ്കിൽ നീ തളർന്നു പോകും.
നിന്റെ ജീവിതത്തിൽ ഇനി നിനക്ക് നടക്കുവാൻ കഴിയുകയില്ല. നീ എടുത്ത ദൈവസന്നിധിയിൽ നീ എടുത്ത തീരുമാനത്തിൽ നിന്ന് നീ മാറണം. സിമ്പിൾ അല്ലേ? മരുന്ന് കഴിക്കുന്നില്ല എങ്കിൽ ഞാൻ തളർന്നു പോകും. സാത്താൻ ആലോചന പറഞ്ഞു തരികയാണ്. ഒരു സൈഡിൽ നിന്ന് ഒരു വെള്ളവസ്ത്രധാരിയായ ഒരാൾ മുന്നിൽ നിൽക്കുകയാണ്. എന്റെ കണ്ണിൽ കാണുകയാണ്. ആ ആള് വിളിച്ചു പറയാണ്, സാത്താനേ, എന്റെ രക്തത്തിന്റെ വിലയാണ്, എന്റെ മകനാണ്, എന്റെ സന്നിധിയിൽ എടുത്ത തീരുമാനത്തിന്മേൽ നീ എന്റെ രക്തത്തിന് വിലയായ എന്റെ മകനോട് പോരാടുകയാണ്. നിന്നെ ഞാൻ ശാസിക്കുന്നു. കർത്താവ് എനിക്ക് വേണ്ടി എഴുന്നേറ്റ് സാത്താനെ ശാസിക്കുകയാണ്. സാത്താനെ കർത്താവ് തന്നെ നേരിട്ട് ശാസിക്കുകയാണ്. കർത്താവ് ഒരു കാര്യം പറയുകയാണ്, എന്റെ രക്തത്തിന്റെ വില എന്റെ മകൻ എന്റെ സന്നിധിയിൽ എടുത്ത തീരുമാനത്തിന്മേൽ പോരാടുവാൻ സാത്താനെ നിനക്ക് എന്താ അധികാരം? എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദൈവജനമേ, ഇന്ന് പകൽ സമയം നാം ഇവിടെ ആയിരിക്കുകയാണ്. നാം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ ദൈവദാസൻ വ്യക്തമായി നമ്മളോട് സംസാരിച്ചു. അലറുന്ന സിംഹം പോലെ, അലറുന്ന സിംഹം പതുക്കെയല്ല വരുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ കുടുംബപരമായ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ അലറി കയറി വരും. അലറുന്ന സിംഹത്തെ മാറ്റിക്കളയുവാൻ ചില രോഗങ്ങളായിരിക്കും, ഏതെല്ലാം വിഷയത്തിൽ കൂടിയാണ് അവൻ അലറുന്ന സിംഹം പോലെ കയറി വരുന്നത്. അതിന്റെ നടുവിൽ നമ്മെ ജയോത്സവമായി നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അവന്റെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഏലി ഏലി ലമാ സബക്താനി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മുഖം ചലിച്ച് അവൻ ജീവനെ വിടിഞ്ഞു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടിയാണ്. കർത്താവ് ക്രൂശിന്മേൽ പടഞ്ഞു മരിച്ചത് നമുക്ക് വേണ്ടിയാണ്. അവന്റെ ശരീരം, അവന്റെ രക്തം ഊറ്റിക്കൊടുത്തത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. ഈ ദിവസങ്ങളിൽ നാം വിശ്വസിക്കണം. ഈ ദിവസങ്ങളിൽ നാം അഭിമുഖീകരിക്കുന്ന ഏത് രോഗമായാലും ഏത് ഭാരമായാലും അതിന്മേലൊരു വിടുതലുണ്ട്. അത് കർത്താവ് വാഗ്ദത്തം തന്നിരിക്കുകയാണ്. രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ്. നമ്മുടെ ഗുരു കാണിച്ചു കൊടുത്തിരിക്കുന്നതാണ്. ഭൂതങ്ങൾ, രോഗികൾ, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. കർത്താവിനെ പിൻപറ്റിയിരിക്കുന്ന ദൈവജനമേ, ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. നീ പുറപ്പെട്ടു പോ, ഞാൻ നിന്നോട് പറയുന്നത് നീ ചെയ്താൽ മതി. കർത്താവ് ചെയ്തോളൂ. പക്ഷെ നമ്മൾക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. ഈ സാത്താൻ എപ്പോഴും ഭാരപ്പെടുത്തുന്ന ആരെയാണെന്നറിയാമോ? തന്റെ രൂപത്തിലും തന്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച തന്റെ മനുഷ്യനോട്, ഹല്ലേലൂയ, ദൈവത്തിന്റെ രൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന് അസമാധാനം വിതറുക, പ്രശ്നങ്ങൾ കൊണ്ടുവരിക, നമ്മുടെ അസമാധാനം ഇല്ലാതാക്കുക. നമ്മുടെ യോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. യോബിന്റെ പുസ്തകത്തില് എന്റെ ദാസന്റെ മേൽ നീ ദൃഷ്ടി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം യോബിന്റെ പുസ്തകം പെട്ടെന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. നിഷ്കളങ്കനും നിർമ്മലനുമായ ഈ യോബിന്റെ നേരെ സാത്താൻ ദൃഷ്ടി വെച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവൻ പോരാടുന്നുണ്ട്, അവൻ ദൃഷ്ടി വയ്ക്കുന്നുണ്ട്. നമ്മെ തകർക്കുവാൻ ദൈവം സാത്താനോട് ചോദിക്കുകയാണ്. ദൈവം സാത്താനോട് ചോദിക്കും, എന്റെ ദാസന്റെ മേൽ നീ ദൃഷ്ടി വെച്ചിരിക്കുന്നുവോ? നമുക്ക് ഈ സാത്താനെ ജയിക്കുവാൻ
വിശുദ്ധ ജീവിതത്തിന്റെ ഉടമയായി നിന്നുകൊണ്ട് പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തെ ആരാധിക്കും തോറും, നമ്മൾ ദൈവത്തെ ആരാധിക്കും തോറും നമുക്കെതിരെ കടന്നു വരുന്ന പൈശാചിക ശക്തികളെ കർത്താവ് മാറ്റുകയാണ്. ചെറിയ വിഷയമല്ലിത്. ആരാധന പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ സാത്താൻ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന അവന്റെ ഓരോ തന്ത്രങ്ങളും ദൈവം തട്ടി മാറ്റുകയാണ്. കർത്താവ് പറഞ്ഞോളെ, നീ പത്രോസിനോട് പറയാണ്, നീ സാത്താനെ, നീ പത്രോസിനെ ഗോതമ്പ് മണി പോലെ പാറ്റേണ്ടതിന് നീ ദൃഷ്ടി വെച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ ഞാൻ ഇടിവിടുന്നു. ദൈവമക്കളെ, നമുക്ക് ക്രിസ്തുവിനുള്ള വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രശ്നത്തിന് വേണ്ടി എഴുന്നേൽക്കും. അവൻ പ്രവർത്തിക്കും. ഒരു പാട്ടോടെ മുന്നോട്ട് കടന്നുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുന്നത് ഈ പാട്ട് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ഈ പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും വിഷയങ്ങൾ നമ്മൾ മനസ്സിൽ ധ്യാനിക്കണം. എന്നിട്ട് നമ്മൾ തന്നെ ദൈവത്തോടെ പറയണം. നമ്മൾ തന്നെ പറയണം, എന്റെ വിഷയം ഇതാണ് കർത്താവേ, നീ എനിക്ക് വേണ്ടി ഒന്ന് എഴുന്നേൽക്കണമേ എന്ന്. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമ ജീവിതം പാരിലെന്തുള്ളൂ. മകൾ ഭാഗ്യമ ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കഷ്ടതയും പട്ടിണിയും ഏറിടും നേരം, കഷ്ടതയും പട്ടിണിയും ഏറിടും നേരം മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന, മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ സ്തോത്രം
ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളുടെ കർത്താവും ദൈവമായ യേശുവേ, ഇന്ന് ഈ പ്രാർത്ഥനാലയത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കർത്താവേ ആ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പറയുന്നു, ഞാൻ വചനമയച്ച് സൗഖ്യമാക്കുന്ന യഹോവയാണ്. വേഗത്തിൽ കർത്താവേ നിന്റെ വചനം ആ ദാസന്റെ കടക്കേരിയിലേക്ക് കടന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് സൗഖ്യം കൊടുക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവേ, ഇന്ന് പകൽ സമയം ഞങ്ങൾ ഒന്നിച്ച ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ രോഗത്തിന് മേൽ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ആ രോഗം, ആ ഭാരം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിയതിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുകയാണ്. ബേബി കുട്ടിക്കായി, സ്വാമി സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, ശരീരത്താൽ ക്ഷീണത്തിലായിരിക്കുന്നു, എത്രയും പെട്ടെന്ന് കിടക്ക വിട്ട് എഴുന്നേറ്റ് ആരോഗ്യവും ബലവും ദൈവത്തിന്റെ ദാനമാണ്. അതിന്മേൽ ജയം കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ചർച്ചിലെ അനേകം വ്യക്തിജീവിതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിന്റെ ദാസൻ പറഞ്ഞ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. എല്ലാവർക്കും സമാധാനവും സന്തോഷവും രോഗസൗഖ്യവും കൊടുത്ത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ ചാടി എഴുന്നേൽക്കട്ടെ. കർത്താവേ, കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇന്ന് നമ്മൾ കേട്ട നല്ല വചനത്തിനായി ദൈവത്തെ വാഴ്ത്തും. കർത്താവിന്റെ ദാസൻ പിന്നിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനം നമ്മൾ കേട്ടിട്ട് നാം ഇന്ന് കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഇരിക്കണം. ഈ വചനത്തെ പിടിച്ചുകൊണ്ട് ഈ ഹാളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകാവൂ. നിങ്ങൾ ഏത് രീതിയിലാണ് സാത്താൻ പാറ്റിയാവുന്നോ, സാത്താന്റെ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നടക്കത്തില്ല, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നടക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ ആരാധിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്ന കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ തൊട്ട് ആ ഭവനം മുഴുവനും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കർത്താവേ, നിന്റെ ദാസനിൽ കൂടെ കേട്ട നല്ല വചനത്തിനായി സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന് മേലും ദൈവനെ ശുശ്രൂഷിച്ച നമ്മുടെ ദാസൻ പിന്നീട് മേലും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. വേഗം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.